പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുഇയും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ടാണോ ഈ 3 ഇന്ത്യൻ റെസ്ലേഴ്സിനെ ഇന്നലെ പുറത്താക്കിയത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നലെ ഡബ്ല്യുഡബ്ല്യുഇ പുറത്താക്കിയ 5 റെസ്ലേഴ്സിൽ 3 റെസ്ലേഴ്സും ഇന്ത്യയിൽ നിന്നുള്ളതായിരുന്നു. ജിന്ദർ മഹാൽ ഒരു കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ പോലും ഇന്ത്യൻ റെസ്ലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ സ്റ്റോറി ലൈനിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 3 റെസ്ലേഴ്സ് എന്ന് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നത്. അപ്പോൾ ഈ 3 റെസ്ലേഴ്സിനെ പുറത്താക്കിയതിന് ശേഷം ഇതിലെ ഒരു താരം സാങ്ക എന്ന് പറയുന്ന ഇൻഡസ്ഷർ ടീമിലെ അംഗം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡബ്ല്യുഡബ്ല്യുഇ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ മാർക്കറ്റിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ റെസ്ലേഴ്സിനെ യൂസ് ചെയ്യുന്നത് അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും വ്യൂസ് കൂട്ടാൻ, അതിലൂടെ ക്യാഷ് നേടാനും അതുപോലെ തന്നെ ഇന്ത്യൻ ടെലിവിഷനിൽ നിന്ന് റേറ്റിംഗ്സ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇന്ത്യൻ റെസ്ലേഴ്സിനെ അവർ പുഷ് ചെയ്ത് ഇവിടെ വലിയൊരു പ്രോഗ്രാം ഒന്നും വെക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റിനെയും ഇന്ത്യൻ റെസ്ലേഴ്സിനെയും യൂസ് ചെയ്യുന്നത്. അവർ എല്ലാതും ബിസിനസ് പരമായിട്ട് മാത്രമാണ് കാണുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഒരു റെസ്ലർ പോലും ഡബ്ല്യുഡബ്ല്യുഇ റോസ്റ്ററിൽ ബാക്കിയില്ല എന്നുള്ളതും അവർക്ക് നഷ്ടമുള്ള ഒരു കാര്യമാണെന്നും സാങ്ക പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അത് സാങ്കയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതായത് ഇന്ത്യൻ റെസ്ലേഴ്സിനെ ഡബ്ല്യുഡബ്ല്യുഇ യൂസ് ചെയ്യുന്ന ആ ഒരു വ്യൂ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഡബ്ല്യുഡബ്ല്യുഇയുടെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഡബ്ല്യുഡബ്ല്യുഇ ഏറ്റവും അവസാനമായി ഇന്ത്യയിലൊരു പ്രോഗ്രാം നടത്തിയത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ആ പ്രോഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പ്രതീക്ഷിച്ച ആ ഒരു ടിക്കറ്റ് സെയിൽസ് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മെർച്ചൻഡൈസിലും വലിയ ഒരു സെയിൽസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ സെയിൽസ് കുറവുള്ള ഒരു രാജ്യത്ത് അവർ ഷോ നടത്താൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അവർക്ക് സെയിൽസും അതുപോലെ തന്നെ ടിക്കറ്റ് സെയിൽസിലും വലിയ വർധനവൊക്കെ ഉള്ള ഫ്രാൻസ്, ജർമ്മനി പോലെയുള്ള രാജ്യത്താണ് അവർ ഷോ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതും അവിടെയെല്ലാം പോയിട്ട് ഇപ്പോൾ ഇതാ പ്രീമിയം ലൈവ് ഇവൻറ്റ് അനൗൺസ് ചെയ്യുന്നതും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടിക്കറ്റിൻ്റെ ഒരു വില വലിയതാണ്. അവിടെ ആരാധകർക്ക് മേടിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല വിലയുള്ളത്. അതുകൊണ്ട് അവർക്ക് ടിക്കറ്റ് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഷോ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതിലൂടെ അവർ ചിന്തിക്കുന്നത്, ഇന്ത്യയിൽ നമ്മളൊരു ഷോ നടത്താൻ ഇനി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തിന് ഇന്ത്യൻ റെസ്ലേഴ്സിനെ നമ്മൾ കോൺട്രാക്റ്റ് പുതുക്കി നിലനിർത്തണം എന്നുള്ളതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ അവരെ കൊണ്ട് ഉപയോഗമില്ലെങ്കിൽ നമ്മൾ എന്തിന് ഇവരെ പിന്നെയും സാലറി കൊടുത്ത് നിലനിർത്തണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഈ 3 റെസ്ലേഴ്സിനെ ഡബ്ല്യുഡബ്ല്യുഇയിൽ നിന്ന് ഇന്നലെ പുറത്താക്കിയത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇനി അനിശ്ചിത കാലത്തേക്ക് ഡബ്ല്യുഡബ്ല്യുഇ ഒരു ഷോ പോലും ഇന്ത്യയിൽ അതായത് ഒരു റെസ്ലിംഗ് ഷോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്തരമുള്ള ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇൻഡയറക്റ്റായി പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ കുറച്ച് കാലത്തേക്ക് അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അവർ ഇപ്പോൾ തന്നെ കുറച്ച് നല്ല സ്റ്റോറി ലൈനുകളൊക്കെ കൊടുത്ത് ഇന്ത്യൻ റെസ്ലേഴ്സിനെ അല്ലാതെ മറ്റ് റെസ്ലേഴ്സിൻ്റെ ഒരു ഫാൻ ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യൂട്യൂബ് വ്യൂസും ഫേസ്ബുക്ക് വ്യൂസും അവർക്ക് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഇന്ത്യൻ റെസ്ലേഴ്സിന് നിലവിൽ ആവശ്യമില്ല. അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഡബ്ല്യുഡബ്ല്യുഇ എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ നിലവിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അത് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ 3 റെസ്ലേഴ്സിനെ ഒറ്റ ദിവസം കൊണ്ട് പുറത്താക്കിയത്? ഇനി ഇന്ത്യയിൽ നിന്നുള്ള റെസ്ലേഴ്സൊന്നും ബാക്കിയില്ലല്ലോ, അത് രാജ്യവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരം എന്നോണമാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചത്. നിങ്ങൾക്ക് കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഡബ്ല്യുഡബ്ല്യുഇ എന്ന് പറയുന്നത് ഒരു ബിസിനസ് കമ്പനിയാണ്. അവർക്ക് ലാഭം കിട്ടുന്ന മാർഗ്ഗങ്ങൾ മാത്രമാണ് അവർ എപ്പോഴും ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റെസ്ലേഴ്സിനെ ഇനി കുറച്ച് കാലത്തേക്ക് അവർക്ക് ആവശ്യമില്ല. ഇനി ആവശ്യമുള്ള സമയത്ത് അവർ ഈ റെസ്ലേഴ്സിനെ തന്നെ ചിലപ്പോൾ അവർ പുതിയൊരു കോൺട്രാക്റ്റ് കൊടുത്ത് കൊണ്ടുവന്നേക്കാം. അതിനും സാധ്യത കൂടുതലാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വാർത്തകളാണ് നിലവിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.